സോണൽ, ഈ ഇപ്പോൾ നടക്കുന്ന ഈ സംസ്കാര കർമ്മങ്ങൾ എത്ര മണിയോടുകൂടി പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക? സോണൽ, ഈ കർമ്മങ്ങൾ, അതായത് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായി പറയേണ്ടത് ഈ ഭൂമിയുടെ ഘടനയും ഉൾപ്പെടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. നമുക്കറിയാം 2019 ഉണ്ടായിട്ടുള്ള ഓഗസ്റ്റ് 8 ഉണ്ടായിട്ടുള്ള പുത്തുമല ദുരന്തം, ആ ഉരുൾപൊട്ടൽ ഒലിച്ചു പോയതിന് തൊട്ട് സമീപത്തെ പ്രദേശത്താണ് ഇപ്പോൾ ഈ നമുക്കറിയാം ഈ അപകടത്തിലും തിരിച്ചറിയപ്പെടാത്ത 30 പേരെ, പൂർണ്ണ മൃതദേഹങ്ങളായിട്ടുള്ള 30 പേരെയും കഴിഞ്ഞ ദിവസം 8 പേരെയും സംസ്കരിച്ചിട്ടുള്ളത്. അതുകൂടാതെ 158 ശരീരഭാഗങ്ങളും സംസ്കരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിൽ 98ഓളം ഭാഗങ്ങൾ കൃത്യമായി തയ്യാറാക്കി അവിടെ എത്തിച്ചിട്ടുണ്ട്. മറ്റ് സോണൽ, അത് വളരെ വ്യക്തമാണ്. നമ്മൾ ഈ സംസ്കാരം നടത്തുന്ന സ്ഥലത്ത് മിഥുൻ മുരളി കൂടി ചേരുകയാണ്. മിഥുൻ, നമ്മൾ പറഞ്ഞു വന്നത് ഈ സംസ്കാര ചടങ്ങുകൾ എത്ര മണിക്കൂറോളം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് പറയാൻ കഴിയുന്നുണ്ടോ മിഥുൻ മുരളി? നമുക്ക് വളരെ പെട്ടെന്ന്, സമയത്തിൻ്റെ കുറവുമുണ്ട്, വളരെ പെട്ടെന്ന്. വിനോദ്, ഇപ്പോൾ ഈ ഇസ്ലാമിക മതാചാര പ്രകാരമുള്ള സർവമത പ്രാർത്ഥനയുടെ ഘട്ടമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ മത പ്രകാരമുള്ള ആ സർവമത പ്രാർത്ഥന ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ കുഴിമാടങ്ങളിലേക്ക് ഇപ്പോൾ അവസാനം കൊണ്ടുവന്നിരിക്കുന്ന മൃതദേഹങ്ങൾ ഇറക്കുക, കുഴിമാടങ്ങളിലേക്ക് സംസ്കരിക്കുക. എത്ര സമയം വരെ നീണ്ടു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും കൃത്യമായ നിശ്ചയമില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ഇനിയും മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിലും വ്യക്തത വരാത്ത സാഹചര്യവുമുണ്ട്. പരമാവധി മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ, ഒരു അനുമാനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ രാത്രി വൈകിയും ഈ സംസ്കാരങ്ങൾ തുടർന്നു പോകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അതല്ലെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന മൃതദേഹങ്ങൾ അടക്കം ചെയ്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, ഏകദേശം 2 മണിക്കൂറിൽ തന്നെ ഇന്നത്തെ ഈ ഘട്ടം അവസാനിക്കാനുള്ള, അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിനുള്ള കാര്യവുമായിരിക്കും ഉണ്ടാവുക. അതല്ല, ഇനിയും മൃതദേഹങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, മൃതദേഹ ഭാഗങ്ങളും ഇനിയും ഇവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ രാത്രി വൈകിയും ഏറെ വൈകിയും ഇത് തുടർന്നു പോകുന്നതിനുള്ള സാഹചര്യവും ഉണ്ടാകും. ഏതാനും സമയം മുമ്പ് മഴ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നുള്ള ചില ആശങ്കകളും ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. സംസ്കാരം നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളോടും കൂടി, എല്ലാ സാഹചര്യങ്ങളോടും കൂടിയുള്ള അവസ്ഥയാണ് ഇപ്പോഴും ബാക്കി ഉള്ളത്, തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അധികം വൈകാതെ തന്നെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന മൃതദേഹ ഭാഗങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് ഇവിടെ. ആ മൃതദേഹ ഭാഗങ്ങൾ എത്രയും വേഗം തന്നെ സംസ്കാരം നടത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മൃതദേഹങ്ങൾ ഇനിയും കൊണ്ടുവരികയാണെങ്കിൽ അത് രാത്രി വൈകിയും നീണ്ടുപോകുന്നതിനുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. രാത്രി വൈകിയും ഈ നടപടികൾ തുടർന്നു പോവുക തന്നെ ചെയ്യും. പല ഘട്ടങ്ങൾ കൂടിയാണ് ഈ മൃതദേഹങ്ങളെല്ലാം സംസ്കരിക്കാനാകുക. നേരെ കൊണ്ടുവന്നതിന് ശേഷം ഓരോ നമ്പറുകൾ പ്രകാരം ഈ പന്തലിലേക്ക് ഇറക്കി വെക്കുകയും ഓരോ ഉദ്യോഗസ്ഥർക്കും, ഒരു ഉദ്യോഗസ്ഥന് 5 മൃതദേഹങ്ങളുടെ ചുമതല നൽകുകയും ആ ചുമതലകൾ കൃത്യമായി ഏർപ്പെടുത്തി അതിന്റെ നടപടികളെല്ലാം പൂർത്തിയാക്കി, നിയമപരമായിട്ടുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് കുഴിമാടങ്ങളിലേക്ക് ഈ മൃതദേഹങ്ങൾ എത്തിക്കുകയും ചെയ്യുക. അത്രയും നടപടികൾ പൂർത്തിയാക്കേണ്ടതുള്ളത് കൊണ്ട്, അതിന്റെ ഇടയിൽ സർവമത പ്രാർത്ഥനയും ഉള്ളത് കൊണ്ട് തന്നെ സമയം ഏറെ എടുത്തുകൊണ്ടാണ് ഓരോ മൃതദേഹങ്ങളും ഇവിടെ സംസ്കരിക്കുന്നതിനുള്ള കാര്യങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന മൃതദേഹങ്ങൾ മാത്രമാണ് സംസ്കരിക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് ഇനി അധികം വൈകാതെ തന്നെ, ഏകദേശം 1 മണിക്കൂറിന് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതല്ല, ഇനിയും മൃതദേഹങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഇനിയും നീണ്ടുപോകുന്നതിനുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. രാത്രി വൈകിയും നീണ്ടുപോകും. പക്ഷേ ഇവിടെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾക്ക് പോലും ഇതെത്ര സമയം നീണ്ടു നിൽക്കും, ഇന്നത്തെ നടപടികൾ ഏത് സമയം വരെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വരുത്തുവാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ട്. മേപ്പാടിയിൽ നിന്നും, വൈത്തിരിയിൽ നിന്നും, ആശുപത്രികളിൽ നിന്നും നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ഒരുപാടുണ്ട്. നടപടികൾ പൂർത്തിയാക്കി അതിന്റെ അടുത്ത ഘട്ടത്തിൽ ഓരോ പഞ്ചായത്ത് അധീന പ്രദേശങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മൃതദേഹങ്ങൾ ആയതുകൊണ്ട് തന്നെ ആ പഞ്ചായത്തിന്റെ NOC സർട്ടിഫിക്കറ്റ് അടക്കം പഞ്ചായത്ത് തലത്തിലുള്ള, ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടികളെല്ലാം നിയമപരമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ നിയമപരമായി പൂർത്തിയാക്കിയിരിക്കുന്ന മൃതദേഹങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു അനുമാനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ നേതൃത്വത്തിൽ പറഞ്ഞ അത്രയും മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു വ്യക്തത നമുക്ക് വരുത്തുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയം വരെ ഇത് നീണ്ടുപോകുമെന്നുള്ള ഒരു കാര്യത്തിലും വ്യക്തതയില്ലാത്ത സാഹചര്യം തന്നെയാണ് ഈ രാത്രിയിലുമുള്ളത്. ഇനി കൊണ്ടുവന്നിരിക്കുന്ന ഇപ്പോൾ ഉള്ള മൃതദേഹങ്ങൾ ആണെങ്കിൽ സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ 2 ഭാഗങ്ങളിലായി, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗവും ഒപ്പം തന്നെ തൊട്ട് മുകളിൽ മറ്റൊരു ഭാഗവുമുണ്ട്. ഈ 2 ഭൂമികളിലായിട്ട് ശ്മശാനം ഒരുക്കിയിട്ടുണ്ട്, കുഴിമാടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കുഴിമാടങ്ങളിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ച് ഇന്നത്തെ കൂട്ടസംസ്കാരത്തിന് അവസാനമുണ്ടാകും. പക്ഷേ ഇനിയും മൃതദേഹങ്ങൾ എത്തിക്കുകയാണെങ്കിൽ അത് നീണ്ടുപോകുന്നതിനും രാത്രി വൈകി ഏറെ സമയത്തേക്ക് പോകുന്നതിനും കാരണമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ നമുക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകൾ പ്രകാരമാണെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കൂടുതലും മൃതദേഹ ഭാഗങ്ങളാണ്. ഈ മൃതദേഹ ഭാഗങ്ങൾ സംസ്കരിക്കുന്നതോടുകൂടി
ഇന്നത്തെ ഈ സംസ്കാര ഘട്ടത്തിന്റെ അവസാനത്തിലേക്ക് എത്തും. ഇതോടുകൂടി അവസാനിക്കും എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് അന്തിമമായി ഔദ്യോഗികമായി നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യവുമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഈ രാത്രി വൈകിയും ക്രമീകരണങ്ങളെല്ലാം നടത്തിക്കൊണ്ട് സന്നദ്ധ പ്രവർത്തകർ ഇവിടെ നിലയുറപ്പിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. സർവ്വമത പ്രാർത്ഥനയ്ക്ക് വേണ്ടി മതമേലധ്യക്ഷന്മാർ ഇവിടെ ഉണ്ട്. സർവ്വമത പ്രാർത്ഥന നടക്കുന്നുണ്ട്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നാട്ടുകാർ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വേർപെട്ട അവരുടെ തങ്ങളിൽ ഒരാളായി ജീവിച്ച ആളുകൾക്ക് അന്തിമോപചാരം അവസാനമായി നൽകുന്നതിന് വേണ്ടി, ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മുണ്ടക്കയിലെയും പുഞ്ചിരിവട്ടത്തെയും ചൂരൽമലയിലും ഒക്കെ ഒരുപാട് ആളുകളും ഈ രാത്രിയിലും ഈ വൈകിയ വേളയിലും ഇവിടെ നിലയുറപ്പിക്കുന്നുണ്ട്. അവർ